സുഹൃത്തുക്കളെ, ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് സോഷ്യോളജിയിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ഒന്നാമത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക ഭാവന, വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഈ കൺസെപ്റ്റിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സി റൈറ്റ് മിൽസ് ആണ്. അതെല്ലാവർക്കും അറിയാം. ഇനി സെൽഫ് റിഫ്ലെക്സിവിറ്റി, സ്വയം പ്രതിഫലനം, ഒരു ഗവേഷണത്തെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതിനെയാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയാം. ഞാൻ ചോദ്യങ്ങൾ മാത്രം പറഞ്ഞപ്പോൾ അതാണ് നല്ലത്. പ്രിയർ നോളജ് അല്ലെങ്കിൽ പ്രീവിയസ് നോളജ്, മുന്നറിവ്, അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും. സോഷ്യൽ മാപ്പ് ആൻഡ് കോമൺ സെൻസ് മാപ്പ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കാം. ടൈപ്സ് ഓഫ് ഡെമോഗ്രഫി, അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്നാൽ എന്താണ്? അതിന് രണ്ട് തരത്തിലുള്ള ടൈപ്സുകളുണ്ട്. ഫോർമൽ ഡെമോഗ്രഫി, സോഷ്യൽ ഡെമോഗ്രഫി. ഔപചാരികമായുള്ള ജനസംഖ്യാശാസ്ത്രം, സാമൂഹിക ജനസംഖ്യാശാസ്ത്രം. ഇത് എന്താണെന്ന് വിശദീകരിക്കണം. അതേപോലെ ഡെമോഗ്രഫിയുടെ തിയറികളുണ്ട്. രണ്ട് തിയറികളാണുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ തിയറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇത് എസ്സേ ആയി ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. ജനസംഖ്യയെക്കുറിച്ചുള്ള മാൽത്തൂസിൻ്റെ തിയറി, ഇതിൻ്റെ ക്രിറ്റിസിസം വരെ പഠിക്കണം. അതിൻ്റെ വിമർശനങ്ങൾ വരെ ഉൾക്കൊണ്ടാൽ മാത്രമേ ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ. ആ കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, ഒരു 4-5 വിമർശനങ്ങൾ കൂടിയുണ്ട്. അതുകൂടി എഴുതി വെച്ചാൽ മാത്രമേ 8 മാർക്ക് ലഭിക്കുകയുള്ളൂ. ഇനി കോമൺ കൺസെപ്റ്റ് ആൻഡ് ഇൻഡിക്കേറ്റ്സ്, പൊതുസങ്കല്പങ്ങളും സൂചകങ്ങളും എന്നുള്ള ഭാഗത്തിൽ ഒരു 5-8 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സെക്സ് റേഷ്യോ, ലിംഗാനുപാതം എന്നാലെന്ത്, ബർത്ത് റേറ്റ് ജനനനിരക്ക്, ഡെത്ത് റേറ്റ് മരണനിരക്ക്, ഡിപ്പെൻഡൻസി റേഷ്യോ, ആശ്രിതാനുപാതം എന്താണ്, ഡെമോഗ്രഫിക് ഡിവിഡൻഡ്, ജനസംഖ്യ ലാഭവിഹിതം. ചിലപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ജനസംഖ്യ ലാഭവിഹിതവും ആശ്രിതാനുപാതവും വിവരിക്കുക. അത് എങ്ങനെയാണ് ഇന്ത്യൻ പോപ്പുലേഷന് നേട്ടങ്ങളുണ്ടാക്കിയത്? അല്ലെങ്കിൽ അതിൽ ഒരു ചോദ്യം കൂടി പെടാറുണ്ട്, ഏജ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ. ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏജ് പോപ്പുലേഷൻ, ജനസംഖ്യാ ഘടന അല്ലെങ്കിൽ പ്രായഘടന, എങ്ങനെയാണ് ഇന്ത്യൻ പോപ്പുലേഷന് അത് ഗുണകരമായി മാറും? അങ്ങനെയൊക്കെയാണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അത് പഠിച്ചു വെക്കണം. ഫെർട്ടിലിറ്റി റേറ്റ് നിങ്ങൾക്കറിയില്ലേ, ഫലപുഷ്ടി നിരക്ക്. ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽപ്പെട്ട കൺസെപ്റ്റുകളിൽ പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണത്. ഇനി അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് റീസൺ ഫോർ ദ ഡിക്ലൈൻ ഇൻ ചൈൽഡ് സെക്സ് റേഷ്യോ. ഈ ലിംഗാനുപാതം കുറയുന്നതിനുള്ള, കുട്ടികളുടെ ശിശുലിംഗാനുപാതം കുറയുന്നതിനുള്ള ഒരു 5-6 കാരണങ്ങൾ പഠിച്ചു വെക്കാം. 5-6 അല്ല, 5-8 കാരണങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അത് തന്നെ പഠിച്ചു വെക്കാം. ഇനി എല്ലാ എക്സാമിനും ചോദിക്കുന്നൊരു ചോദ്യമാണ് പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോപ്പുലേഷൻ പോളിസി, ജനസംഖ്യാ നയം. ഇത് 6 മാർക്കിനോ 5 മാർക്കിനാണ് സാധാരണ ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ 8 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യാ നയം നിർബന്ധമായിട്ട് സോഷ്യോളജി പരീക്ഷയ്ക്ക് എന്തായാലും വരുന്നൊരു ചോദ്യമാണിത്. നോക്കാം, മൂന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കാസ്റ്റ് സിസ്റ്റം, അതല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ 6 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം. ഇനി അടുത്താണ് ചേഞ്ചസ് ഇൻ കാസ്റ്റ് സിസ്റ്റം ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ജാതി വ്യവസ്ഥ, അത് പഠിച്ചു വെക്കണം. 6 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. കോളനി ഭരണകാലത്തെ ജാതി വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. അതുമായി ബന്ധപ്പെട്ട്, ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ധാരാളം നവോത്ഥാന പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ വൺ വേർഡിന് ചിലപ്പോൾ ചോദിക്കാം. സത്യശോധക് സമാജ് ആരുടെ സ്ഥാപനമാണ്? ജ്യോതിബ ഫുലെ, അറിയാലോ. ഓക്കെ, നോക്കാം. ഇനി സാൻസ്ക്രിറ്റൈസേഷൻ, സംസ്കൃതവൽക്കരണം എന്നാലെന്ത്, ഡോമിനൻ്റ് കാസ്റ്റ്, പ്രബല ജാതി. ഇത് രണ്ടും ആരുടേതാണ്? എം.എൻ. ശ്രീനിവാസിൻ്റേതാണ്. അത് എന്താണെന്ന് എഴുതണം, എന്താണെന്ന് വിശദീകരിക്കാം. ഡോമിനൻ്റ് കാസ്റ്റ് എന്താണ്, അതിന് ഉദാഹരണം കൂടി എഴുതി വെക്കണം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഇത് 8 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് സാധാരണ വരാറുള്ളത്. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. 2 രീതിയിൽ ഇതിന് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ട്രൈബൽ കമ്മ്യൂണിറ്റിയെ 2 തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം 8 മാർക്കിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. അതോ എസ്സേക്ക് പ്രതീക്ഷിക്കാമെന്നർത്ഥം. ട്രൈബൽ കമ്മ്യൂണിറ്റി എന്താണ്, അതേപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ 2 തരത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
അത് എക്സാമിന് നിർബന്ധമായിട്ട് പഠിക്കണം. എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഗോത്ര സമുദായങ്ങളുടെ വർഗീകരണം. ഒന്ന് പെർമനൻറ്റ് ട്രൈറ്റ്സ്, സ്ഥിര സവിശേഷതകളുണ്ട്. അക്വേർഡ് ട്രൈറ്റ്സും ഉണ്ട്, ആർജിത സവിശേഷതകളുണ്ട്. നമ്മൾ എഴുതി പഠിപ്പിച്ച ചോദ്യമാണത്. നിർബന്ധമായിട്ട് എക്സാമിന് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ചോദ്യം ഒന്ന് നോക്കിപ്പോവണം. പിന്നെ എല്ലാവർക്കും അറിയാം എന്താണ് ഫോംസ് ഓഫ് ഫാമിലി, ഫാമിലിയുടെ രൂപങ്ങൾ അല്ലേ? എന്തൊക്കെയാണ്? ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, അതേപോലെ ഓൺ ദി ബേസിസ് ഓഫ് റെസിഡൻസ്, പാട്രിലോക്കൽ, മാട്രിലോക്കൽ, ഓൺ ദി ബേസിസ് ഓഫ് അതോറിറ്റി, മാട്രിയാർക്കൽ, പാട്രിയാർക്കൽ, ഇനി ലീനേജ്, പാട്രിലീനിയൽ, മാട്രിലീനിയൽ, അതൊക്കെ അറിയില്ലേ? അതേപോലെ പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ, ദിശാകുടുംബം, ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ, ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, പുനരുൽപാദന കുടുംബം. ഈ സംഗതി നിങ്ങൾ +1 തന്നെ പഠിച്ചതാണ്. അത് ഒരിക്കൽ കൂടി ഒന്ന് നോക്കി പോവാം. അതേപോലെ 2 ഡിബേറ്റ്സുകളുണ്ട്. 1940-കളിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട 2 ഡിബേറ്റ്സുകളുണ്ട്. അല്ലെങ്കിൽ 2 മനോഭാവങ്ങളുണ്ട്, 2 സിദ്ധാന്തങ്ങളുണ്ട്. ഐസൊലേഷൻ ഡിബറ്റ്, ഇൻ്റഗ്രേഷൻ ഡിബറ്റ്. അതുകൂടി എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് നോക്കി പോകണം. 4-5 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണത്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു, ഫോംസ് ഓഫ് ഫാമിലി പറഞ്ഞു, ട്രൈബിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, സംസ്കൃതൈസേഷൻ പറഞ്ഞു. ഇനി അടുത്ത ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യമാണ് ഇൻവിസിബിൾ ഹാൻഡ്, അദൃശ്യകരം. അദൃശ്യകരം എന്നാൽ എന്ത്? അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആഡം സ്മിത്ത് എല്ലാവർക്കും അറിയാം. ദി വെൽത്ത് ഓഫ് നാഷൻ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? ആഡം സ്മിത്ത് അറിയാം. ഇനി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം, ദുരൈ മാർക്കറ്റിനെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. ഛത്തീസ്ഗഡിലെ ബസ്താർ ജില്ലയിലെ ദുരൈ ഗ്രാമത്തിലെ ആഴ്ചയിലെ മാർക്കറ്റിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം എഴുതാം. അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? അല്ലെങ്കിൽ ആ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച വ്യക്തി ആരാണ്? ആൽഫ്രഡ് ഗെല്ലാണ് അല്ലേ? അത് നിങ്ങൾക്കറിയാം. ഇനി അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യമാണ് കമ്മോഡിറ്റൈസേഷൻ, വസ്തുവൽക്കരണം, അല്ലെങ്കിൽ കമ്മോഡിഫിക്കേഷൻ, ചരക്കുവൽക്കരണം. 2 ആയാലും ഒന്ന് തന്നെയാണ്. വസ്തുവൽക്കരണം, ചരക്കുവൽക്കരണം. കൺസെപ്ഷൻ, ഉപഭോഗം എന്നാൽ എന്ത്? സ്റ്റാറ്റസ് സിമ്പിൾ, പദവിച്ചിഹ്നം. പദവിച്ചിഹ്നത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മാക്സ് വെബറാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പദവിച്ചിഹ്നം, ദൊരൈ ഗ്രാമത്തെക്കുറിച്ച് പഠിക്കണം. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഏതാണുള്ളത്? വിർച്വൽ മാർക്കറ്റ് അറിയോ? യഥാർത്ഥ വിപണി എന്താണെന്ന് അറിയോ? അതുകൂടി ഒന്ന് നോക്കി വെക്കണേ. നോക്കാം. അടുത്ത ചാപ്റ്ററിൽ നിന്ന് സോഷ്യൽ ഇനീക്വാളിറ്റി, സാമൂഹിക അസമത്വം എന്താണ്? അതേപോലെ സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹ്യ ബഹിഷ്കരണം എന്നാൽ എന്താണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ ശ്രേണീകരണം എന്നാൽ എന്താണ്? ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ തന്നെ 3 പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ 3 പ്രധാനപ്പെട്ട തത്വങ്ങൾ, പ്രിൻസിപ്പിൾസുകൾ എഴുതാനുണ്ടാവും. അത് വിശദീകരിക്കാനുണ്ടാവും. 4-5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ 3 പ്രിൻസിപ്പിൾസ്. അതേപോലെ അൺടച്ചബിലിറ്റി, അയിത്തം, അസ്പൃശ്യത, അതിൻ്റെ 3 ഡയമെൻഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റിയുടെ 3 ഡയമെൻഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ അനുമാനങ്ങൾ ചോദിക്കാം. അപ്പോൾ നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു സാമൂഹ്യ അസമത്വം എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിക്കണം. സാമൂഹ്യ ബഹിഷ്കരണം, വ്യക്തികളെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളിൽ നിന്നും അകറ്റി നിർത്തുന്നതിനെയാണ് സാമൂഹ്യ ബഹിഷ്കരണം എന്ന് പറയുക അല്ലേ? അത് നമ്മൾ പഠിച്ചു. അൺടച്ചബിലിറ്റി വേണം, അതിൻ്റെ 3 കാര്യങ്ങൾ അല്ലേ? അതിൻ്റെ 3 മാനങ്ങൾ: ബഹിഷ്കരണം, അവഹേളനം, വിധേയത്വം, അതേപോലെ സാമ്പത്തിക ചൂഷണം. ഇതാണ് 3 മാനങ്ങൾ. അതുകൂടി പഠിച്ചു വെക്കണം. ഇനി സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് അഡ്രസ്സിങ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. ജാതി ഗോത്ര വിവേചനത്തിൻ്റെ രാഷ്ട്രവും രാഷ്ട്രേതര ഘടകങ്ങളും എടുത്ത നടപടികൾ. ഇനി അടുത്തുള്ള OBC കമ്മീഷൻ. OBC കമ്മീഷനിൽ ചിലപ്പോൾ 1 വേർഡിനായിരിക്കും ചോദിക്കുക. ഫസ്റ്റ് OBC കമ്മീഷൻ ഏതാണ്? പിന്നോക്ക വർഗ്ഗക്കാരുടെ ആദ്യത്തെ കമ്മീഷൻ കാക്ക കാലേൽക്കർ. കാക്കയല്ലേ മൂത്തത്? കാക്ക കാലേൽക്കറാണ് 1ാമത്തെ കമ്മീഷൻ. 2ാമത്തെ കമ്മീഷൻ ആരാണ്? BP മണ്ഡൽ കമ്മീഷനാണ് 2ാമത്തെ കമ്മീഷൻ. ഇനി കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് നെട്ടൂർ കമ്മീഷൻ. ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. 1ാമത്തെ കമ്മീഷൻ കാക്ക കാലേൽക്കർ, 2ാമത്തെ OBC കമ്മീഷൻ BP മണ്ഡൽ. കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ആരാണ്? നെട്ടൂർ കമ്മീഷൻ. ഇനി അടുത്ത ചോദ്യമാണ്. അടുത്ത നോക്കാം നമുക്ക്. 2-3 പുസ്തകങ്ങൾ തരാം. അതിൻ്റെ രചയിതാക്കൾ ആരൊക്കെയും ചോദിക്കും. ആരൊക്കെയാണ്? ബീഗം റുഖിയയുടെ ഗ്രന്ഥം ഉണ്ടല്ലോ. ഏതാ ഗ്രന്ഥം? സുൽത്താനാസ് ഡ്രീം ചോദിക്കാം. സ്ത്രീ പുരുഷ തുലന ആരുടെ ഗ്രന്ഥമാണ്? ഈ ചോദ്യം കൂടി ചോദിക്കാം. താരാബായ് ഷിൻഡെ
അല്ലേ? ബിഷപ്പ് ജോസഫ് ബട്ട്ലറെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. ഇത്ര സാധാരണ ചോദിക്കാറുള്ളത് ബീഗം റുഖിയയുടെ സുൽത്താന സ്ട്രീമും താരാബാ ഷിൻഡെയുടെ ആ ചോദ്യം ചോദിക്കാം. സത്യശോധക് സമാജ് അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ ആളാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സത്യശോധക് സമാജ് ആരാണ്? പറയൂ. സത്യശോധക് സമാജത്തിൻ്റെ ആളാണ് ജ്യോതിറാവു ഫുലെ. ഈ രാജാ റാം മോഹൻ റോയ് സതീവിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നടത്തി റാനയുടെ വിവാഹത്തിന് വേണ്ടി പോരാടിയ വ്യക്തി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്കറിയാം. ഇനി അടുത്ത ചാപ്റ്റർ എന്നുള്ള 6ാമത്തെ ചാപ്റ്റർ വരെ ആയിരിക്കും നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. 6ാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി, അല്ലേ? സാമുദായിക സ്വത്വത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതിൻ്റെ ഓരോ വാക്കും പഠിച്ചു വെക്കണം. സാമുദായിക സ്വത്വം എന്നാൽ എന്താ? അതിൻ്റെ പ്രാധാന്യം എന്നാൽ എന്താണ്? അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഇത് നോക്കി വെക്കണം. അതേപോലെ നാഷൻ സ്റ്റേറ്റ്, ദേശങ്ങളും ദേശരാഷ്ട്രങ്ങളും, അതിൻ്റെ ഡെഫിനിഷൻ കൂടി പഠിച്ചു വെക്കണം. ദേശവും ദേശരാഷ്ട്രങ്ങളും തമ്മിലുള്ള ഡെഫിനിഷൻ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി നോക്കാം. അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് അടുത്ത ചോദ്യമാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇന്ത്യൻ നാഷൻ സ്റ്റേറ്റ്. സാംസ്കാരിക വൈവിധ്യവും ഇന്ത്യൻ ദേശരാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം എങ്ങനെയാണ് ഇന്ത്യക്കാരെ ബാധിച്ചത്? ഇങ്ങനെയായിരിക്കും ചോദിക്കുക. അത് 6 മാർക്കിനായിരിക്കും ചോദിക്കുക. അതുമായി ബന്ധപ്പെട്ടതാണ് റീജിയണലിസം, പ്രാദേശികവാദം എന്നുള്ള പ്രശ്നങ്ങൾ. പ്രാദേശികവാദവുമായി ബന്ധപ്പെട്ട് ആന്ധ്രയുടെ രൂപീകരണം നിങ്ങൾ എഴുതി വെക്കണം. അതേപോലെ ഫസൽ അലി കമ്മീഷൻ, SRC കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിച്ചു. 1953 ഫസൽ അലിയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ നിയമിച്ചു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കണം. അങ്ങനെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. 1956 നവംബർ 1 റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് നടപ്പിലാക്കപ്പെട്ടു. അങ്ങനെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നു എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ഭാഷാ സംസ്ഥാനങ്ങൾ വലിയ വെല്ലുവിളിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. ഏകദേശം ഇനി വർഗീയത, കമ്മ്യൂണലിസം, വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എഴുതി വെക്കണം. അതേപോലെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29, 30. ഇനി സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി, നമ്മൾ സെമിനാർ നടത്തിയ വിഷയമാണ് സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി. രാഷ്ട്രവും സിവിൽ സൊസൈറ്റി, അല്ലേ? എന്താണ് സിവിൽ സൊസൈറ്റി പറഞ്ഞാൽ പൗരസമൂഹവും. അപ്പോൾ പൗരസമൂഹത്തെക്കുറിച്ച് 6-8 മാർക്കിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. പക്ഷേ ഈ ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇനി 5 മാർക്കിനൊക്കെയായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം: മെയിൻ ക്രൈറ്റീരിയ ഫോർ ഇൻക്ലൂഷൻ ഇൻ സിവിൽ സൊസൈറ്റി, അല്ലെങ്കിൽ പൗരസമൂഹത്തിൽ ഉൾക്കൊള്ളാനുള്ള 2 മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യാൻ ചോദിക്കാം. ഈ കറണ്ട് സമൂഹത്തിൽ പൗരസമൂഹം എങ്ങനെയാണ് നേരിടുന്നത്, എങ്ങനെയാണ് അവർ പൗരസമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇത്രയല്ലേ ഉള്ളൂ. ഏകദേശ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി വ്യക്തികൾ സ്വത്വബോധം, ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? സോഷ്യലൈസേഷനിലൂടെയാണ്. അത് എല്ലാവർക്കും അറിയാമല്ലോ, സോഷ്യലൈസേഷനിലൂടെയാണ്. സമുദായം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇനി ഇങ്ങനെ ചോദിക്കാം: ഒരു പ്രത്യേക പ്രദേശത്ത് നിയമാനുസൃതമായ ബലപ്രയോഗത്തിനുള്ള കുത്തക വിജയകരമായി അവകാശപ്പെടുന്ന ഒരു സംഘത്തെ ഏത് പേര് വിളിക്കാം? മാക്സ് വെബർ ഒരു പേര് വിളിച്ചിട്ടുണ്ട് അതിന്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. 1953 ഫസൽ അലി കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി ന്യൂനപക്ഷങ്ങളൊരു സ്ഫോടന ശക്തിയാണ് എന്നുള്ള ചോദ്യം വരാറുണ്ട്. ഓക്കെ, താങ്ക് യു.